ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവറീസ്. കത്തോലിക്കര് മാത്രമല്ല, അകത്തോലിക്കരായ ക്രിസ്ത്യാനികളും എന്തിനേറെ ക്രിസ്ത്യാനികളല്ലാത്തവർ പോലും ആദരിക്കുന്ന, നമുക്കറിയാം മുസ്ലിങ്ങൾ പൊതുവെ മറ്റു മതങ്ങളോട് ആഭിമുഖ്യം പുലർത്താത്തവർ, പക്ഷെ അവർ പോലും ആദരിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവറീസ്. നമ്മുടെ കേരളത്തിലെ പള്ളികളെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പള്ളികൾ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ നമ്മുടെ ദേവാലയമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഔസരിതാവിൻ്റെ നാമധേയത്തിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കപ്പേളകളും പള്ളികളും ഒക്കെ ഉള്ളത് വിശുദ്ധ ഗീവറീസിൻ്റെയാണ്. സ്ഥാപനങ്ങൾ നോക്കുമ്പോഴും പള്ളികൾ നോക്കുമ്പോഴും ഇനി വ്യക്തികളുടെ പേരുകൾ നോക്കുമ്പോഴും ഒക്കെ വിശുദ്ധ ഗീവറീസിന് വലിയ പ്രാധാന്യം സാധാരണ ജനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ നമുക്കറിയാം എടപ്പള്ളിയും എടത്തുവായും അതുപോലെ തന്നെ അരുവിത്തറയും ഒക്കെ വിശുദ്ധ ഗീവറീസിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ആഗോള തലത്തിൽ നോക്കുമ്പോൾ ലെബനോനും സിറിയയും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് മതസ്ഥർ പോലും വന്ന് വണങ്ങുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇംഗ്ലണ്ടിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഈ രണ്ട് രാജ്യങ്ങളുടെ ഔദ്യോഗിക രക്ഷാധികാരി, അവിടെ പല മതസ്ഥരുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും ആ രണ്ട് രാജ്യങ്ങളുടെയും ഔദ്യോഗിക രക്ഷാധികാരി വിശുദ്ധ ഗീവറീസാണ്. അങ്ങനെ ഗീവറീസിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരവും ഒക്കെയുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഗീവറീസിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ സഹദ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഗീവറീസ് സഹദ എന്ന വാക്ക് സുറിയാനി പദമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. സത്യത്തിൽ ഗീവറീസ് മാത്രമല്ല, ഒട്ടേറെ രക്തസാക്ഷികൾ വിശുദ്ധരായിട്ട് നമ്മുടെ സഭയിലുണ്ട്. പക്ഷെ അവരെ ആരെയും സഹദ എന്ന് വിളിക്കാറില്ല, രക്തസാക്ഷി എന്ന് പ്രത്യേകം എടുത്ത് പറയാറില്ല. കാരണം വിശുദ്ധ ഗീവർഗീസിന്റെ രക്തസാക്ഷിത്വത്തിന് വലിയ പ്രാധാന്യം വിശ്വാസികൾ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ സാധാരണഗതിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദ എന്ന് പറയുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ അത് വെറുതെ സഹദ എന്നല്ല പറയുക, വലിയ സഹദ എന്നാണ് പറയുക. അപ്പോൾ രക്തസാക്ഷികളുടെ ഏറ്റവും വലിയ പ്രാധാന്യം വിശുദ്ധ ഗീവറീസിന് കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഗീവറീസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ കൃത്യമായ ഒരു ചരിത്രം ഇത് തന്നെയാണ്, ഇതിനപ്പുറവും ഇപ്പുറവും ഉള്ളതൊക്കെ തെറ്റാണ് എന്ന് പറയാവുന്ന കറതീർന്ന ഒരു ചരിത്രം നമുക്ക് ലഭ്യമായിട്ടില്ല. 7-ാം നൂറ്റാണ്ടിൽ രചിച്ച ബൈസന്റൈൻ സമൂഹത്തിൽ ഉണ്ടായ ഒരു ചരിത്രം അനുസരിച്ച് AD 255 വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു പൊതുവിലുള്ള ചില ചരിത്രകാരന്മാർ വീക്ഷിക്കുക 305 ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് എന്നാണ്. ഏതായാലും ചരിത്രകാരന്മാർ വർഷത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും രക്തസാക്ഷിത്വം വരിച്ചു എന്നതിൽ അർത്ഥസംഖ്യയ്ക്ക് ഇടപാടില്ല. പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ 303 ഞാൻ നേരത്തെ 305 എന്നാണ് പറഞ്ഞത്, അതിൽ ക്ഷമിക്കുക, 303 രക്തസാക്ഷിത്വം വരിച്ചു എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്. വിശുദ്ധ ഗീവർഗീസിന്റെ കുടുംബ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ പിതാവ് ക്രൈസ്തവനായ ഒരു സിറിയൻ ഷെയ്ഖ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ക്രൈസ്തവനാണ് എന്ന കാര്യം പൊതുവെ അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് പരസ്യപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം റോമൻ ഗവർണറുടെ ഓഫീസിലെ ഏറ്റവും വലിയ സ്ഥാനത്ത് തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ആയിരുന്നില്ല കുടുംബമായിരുന്നത്, അകലെയായിരുന്നു. വിശുദ്ധ ഗീവർഗീസ് തന്റെ ചെറുപ്പം തുടങ്ങിയ കായികാഭ്യാസങ്ങളിൽ നിപുണനായിരുന്നു. അങ്ങനെ കായികാഭ്യാസങ്ങളൊക്കെ അഭ്യസിച്ച് അദ്ദേഹം പിന്നീട് പട്ടാളത്തിൽ ചേർന്ന് അദ്ദേഹം ജീവിക്കുന്ന സ്ഥലത്ത് പട്ടാള
ജോലിയിൽ വലിയ പ്രശസ്തനായി ഉയർന്നു വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുക. പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഉന്നത ഉദ്യോഗമാണ്. ആ ഉന്നത ഉദ്യോഗം നേടുവാൻ വേണ്ടി താനായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ പിതാവിൻ്റെ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയും ആ യാത്ര തിരിക്കുന്നതിനിടയിലാണ് നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യകഥ സംഭവം നടക്കുക. ഈ വ്യാളിയെ പരാജയപ്പെടുത്തുന്നതും പിന്നീടുള്ള കാര്യങ്ങളും. ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെ ഈ സംഭവത്തെക്കുറിച്ച് ചില സാഹചര്യ തെളിവുകൾ അവശേഷിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിൽ 6 ചതുരശ്ര മീറ്റർ ചുറ്റളവുള്ള ഒരു കിണർ ഉണ്ട്. ആ കിണറിൽ നിന്നാണ് വ്യാളി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. നഗരത്തിൻ്റെ ഏതാണ്ട് വടക്കേ, ബെയ്റൂട്ടിൻ്റെ ഏതാണ്ട് വടക്കേ അതിർത്തിയിലാണ് ഈ സംഭവം ഉള്ളത്. ഇന്നത് മുസ്ലിം അനാഥ മന്ദിരത്തിൻ്റെ ഒരു ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ടാണ് അത് സ്ഥിതി ചെയ്യുക. പ്ലേ ഗ്രൗണ്ടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് മൂടിയിട്ടിരിക്കുക. അവിടെ ഒരുപാട് പേര് തീർത്ഥാടനത്തിന് ചെല്ലുന്നുണ്ട്. ആ സ്ഥലത്തിലൂടെ ഈ വ്യാളി കയറി വരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ആ കിണറിൽ നിന്ന് അല്പം മാറി ഇട്ടാണ് ഈ വ്യാളിയെ ഗീവർഗീസ് കൊന്നത് എന്നാണ് സങ്കല്പം. അങ്ങനെ സങ്കല്പിക്കപ്പെടുന്ന സ്ഥലത്ത് കുരിശുയുദ്ധത്തിൻ്റെ കാലത്ത് കുരിശുദ്ധക്കാരെ അവിടെ ഒരു ദേവാലയം പണിയുകയുണ്ടായി. ആ ദേവാലയം പിന്നീട് മോസ്കോയായിട്ട് പരിണമിച്ചു. എങ്കിലും ഇന്നും അത് ക്രൈസ്തവർ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ഗീവർഗീസ് 303 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോഴാണ് നമുക്കറിയാം ഈ സഭ മതമർദ്ദനത്തിൽ നിന്ന് മുക്തമായി. ഇവിടെ ഒരു കാര്യം നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. 313 വരെ ക്രിസ്ത്യാനികളാരും തന്നെയും ഈ ക്രിസ്ത്യാനികളാണ് എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന അവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഗീവർഗീസ് തൻ്റെ പിതാവ് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം മേടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് ഈ ഒരു യാത്ര തിരിക്കുകയും ഈ യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹം ഒരു നാടിനെ മുഴുവനുമാണ് രക്ഷിച്ചത്. അദ്ദേഹം ആ നാടിനെ രക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളൊക്കെ അദ്ദേഹത്തോട് വലിയ കൃതജ്ഞത പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ഇടപെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയത് ഒക്കെ ക്രിസ്തുവാണ്. അങ്ങനെ ആ ഒരു നാടിനെ മുഴുവൻ അദ്ദേഹം ക്രിസ്ത്യാനികളാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് വലിയ കാട്ടുതീ പോലെ പറഞ്ഞു. ഇത് സംഭവിക്കുന്നത് മതമർദ്ദനത്തിന്റെ കാലത്താണെന്ന് നോക്കണം. അപ്പോൾ ഗീവർഗീസ് തൻ്റെ സ്ഥാനത്തിന് വേണ്ടിയുള്ള യാത്രാമധ്യേ നടന്ന ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നും നാടിനെ മുഴുവൻ മനസ്സാന്തരപ്പെടുത്തി ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയാണ് എന്നും ഇദ്ദേഹം റോമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു വരാനായിട്ട് കാരണമുണ്ടായത്. രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എങ്കിലും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അങ്കാറയിലെ ബിഷപ്പ് തിയോഡോറ്റസ് എന്ന് പറയുന്ന ബിഷപ്പ് എഴുതിയ ചരിത്രം അനുസരിച്ച്, വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുള്ളത് 6-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ്. അദ്ദേഹത്തിന്റെ തിയോഡോറ്റസിന്റെ ചരിത്രം അനുസരിച്ച് 7 വർഷത്തോളം വിശുദ്ധ ഗീവർഗീസിനെ പലവിധ തടവറകളിൽ പീഡിപ്പിച്ചിരുന്നുവെന്നും അതിൻ്റെ അകത്ത് പലയിടത്തു നിന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വ്യക്തി ശക്തി കൊണ്ടും അത്ഭുത പ്രവർത്തനങ്ങളുടെ ശക്തി കൊണ്ടും ഒക്കെ രക്ഷപ്പെട്ടു എന്നും അവസാനം തലവെട്ടി കൊന്നു എന്നുമാണ് ഈ തിയോഡോറ്റസിന്റെ ചരിത്രം, 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തിയോഡോറ്റസ് എടുത്തു പറയുന്ന ഒരു പ്രത്യേക സംഭവം,
ഡയക്ലഷ്യൻ ചക്രവർത്തി ഈ വിശുദ്ധ ഗീവർഗീസിന്റെ പ്രത്യേകമായ കഴിവുകൾ കണ്ടിട്ട് ഇദ്ദേഹത്തിന് കൊല്ലാൻ വലിയ പാടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദുർമന്ത്രവാദിയെ ആണ് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് നിയോഗിക്കുക. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ദുർമന്ത്രവാദിയെ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഗീവർഗീസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ദുർമന്ത്രവാദിയെ ഗീവർഗീസ് മാനസാന്തരപ്പെടുത്തി അയച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. തെയോഡോക്കസ് പറയുന്ന മറ്റൊരു സംഭവം ഈ ചക്രവർത്തിയുടെ ഡയക്ലഷ്യൻ മതമർദ്ദനം അറിയിച്ചു വിട്ട ഏറ്റവും പ്രശസ്തനായ ഡയക്ലഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യയെ അദ്ദേഹം ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ചരിത്രത്തില് മറ്റൊരിടത്തും രേഖപ്പെടുത്താത്ത ഒരു കാര്യമാണ് ഈ തെയോഡോക്കസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രപരമായിട്ട് അത് അധികമായും അറിയപ്പെടാത്ത ഒരു കാര്യമാണ്. എൻ്റെ തല തിരിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷണം നടത്തി കണ്ടത്. അപ്പം ഈ ചക്രവർത്തിയുടെ ഭാര്യയെ പോലും മാനസാന്തരപ്പെടുത്തുന്ന ഒരു ധീര നിലപാടാണ് വിശുദ്ധ ഗീവർഗീസ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ സംസ്കരിച്ചത് പാലസ്തീനയിലെ ലോഡ് എന്ന പട്ടണത്തിലാണ്. ആ പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് അന്നത്തെ പേര് ലിസ എന്ന പേരായിരുന്നു. ഇന്നത്തെ പേരാണ് ലോഡ് എന്ന പട്ടണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നടപടിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. പത്രോസ് ശ്ലീഹ ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. ആ സൗഖ്യപ്പെടുത്തിയ തളർവാദ രോഗിയുടെ പേര് ഇനിയാസ് എന്നുള്ളത്. അപ്പൊ ഇനിയാസ് എന്ന് പറയുന്ന തളർവാദ രോഗിയെ പത്രോസ് ശ്ലീഹ സൗഖ്യപ്പെടുത്തുന്നത് ഈ ലിസ എന്ന പട്ടണത്തിൽ വെച്ചാണ്. ലോഡ്, ഇന്നത്തെ ലോഡ് എന്ന പട്ടണം, അവിടെയാണ് വിശുദ്ധ ഗീവർഗീസിനെ സംസ്കരിച്ചത്. ചരിത്രപരമായിട്ട് അതുകൊണ്ട് ആ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുരിശുദ്ധകാലത്ത് ആണ് വിശുദ്ധ ഗീവർഗീസിന് വലിയ പ്രചാരം ലഭിച്ചത്. കുരിശുദ്ധകാലത്ത് വിശുദ്ധന്റെ പ്രശസ്തി വർദ്ധിക്കാനായിട്ട് പ്രത്യേകമായ കാര്യമുണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിളിലെ കുരിശുദ്ധക്കാര് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ തുർക്കി സൈന്യം ഈ ക്രൈസ്തവ പോരാളികളെ വളയുകയാണ്. രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവർ വല്ലാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അങ്ങനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രാവ് മുഴുവൻ ചെലവഴിച്ച് പിറ്റേ ദിവസം വെളുപ്പിനെ നോക്കുമ്പോൾ മലമുകളിൽ നിറയെ വെള്ള കുതിരകളുമായി ഒരു പട്ടാള വ്യൂഹം നിൽക്കുകയും അതിനെ നയിക്കാനായിട്ട് ഒരു നേതാവ്, അത് ഗീവർഗീസ് ആയിരുന്നു എന്നാണ് സങ്കല്പം. ഈ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പട്ടാളം ഈ ക്രിസ്ത്യാനികളായ പട്ടാള ക്യാമ്പിലേക്ക് വരികയും ഈ പടയാളികളെ, എതിർ പടയാളികളെ, തുർക്കികളെ മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്തു എന്നുള്ളത്. എന്നിട്ട് പിന്നീട് ഈ ഇവരെ തിരിച്ച് അവരോടൊപ്പം ഈ വിശുദ്ധൻ യാത്ര ചെയ്യുന്നുവെന്നും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും അവര് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തുവെന്നും ഒക്കെയാണ്. അപ്പൊ പൊതുവെ കുരിശുദ്ധക്കാര് വിശ്വസിക്കുക ഈ വിശുദ്ധ ഗീവർഗീസ് ഇവരോടൊപ്പം യാത്ര ചെയ്തതാണ്. 1098 ഈ സംഭവം നടന്നത്. 1098 വിശുദ്ധ ഗീവർഗീസ് പട്ടാളക്കാരോടൊപ്പം ഈ കുരിശുദ്ധക്കാരുടെ ഒപ്പം ചേർന്നത് എന്നുള്ളതാണ്. പിന്നീട് ഇവര് ഈ അന്ത്യോക്യയിൽ നിന്ന് ലിസ എന്ന പട്ടണത്തിലേക്ക്, വിശുദ്ധനെ സംസ്കരിച്ച സ്ഥലത്തിലേക്ക് വന്നു. അവിടെയും തുർക്കികൾ ആക്രമിക്കാനായിട്ട് കാത്തുനിന്നു. പക്ഷേ വിശുദ്ധന്റെ ഈ പരിവേഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയന്ന് ഈ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയി. അതോടുകൂടിയാണ് ഈ ക്രൈസ്തവർക്കിടയിൽ വിശുദ്ധ ഗീവർഗീസിന് വലിയ പ്രാധാന്യമുണ്ടായി. വിശുദ്ധ ഗീവർഗീസ് ധീരരായ ക്രിസ്ത്യാനികളുടെയും പട്ടാളക്കാരുടെയും മധ്യസ്ഥനാണ്. രോഗസൗഖ്യത്തിൻ്റെ വിശുദ്ധനായിട്ടാണ് പരിഗണിക്കുക. വിഷഭയത്തിൽ നിന്നുള്ള മധ്യസ്ഥനായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ വിശുദ്ധന് ഒരുപാട് മധ്യസ്ഥതകൾ തേടാറ്.
നമ്മുടെ വിശുദ്ധന്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മടിയിൽ കാണുന്നത് ഏറ്റവും കാണുന്ന വ്യാണിയുടെ രൂപം. എന്താണ് വ്യാണിയെ സൂചിപ്പിക്കുക? അതൊരു ചരിത്ര സംഭവമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, പക്ഷെ അത് നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്താണ് വ്യാണി തരുന്ന സന്ദേശം? രണ്ടർത്ഥത്തിലാണ് സഭ അതിനെ വ്യാഖ്യാനിക്കുക. ചരിത്രപരമായിട്ട് വ്യാണി എന്ന് പറയുന്നത് മതവർദ്ധനം നടത്തിയ ഡയക്ലീഷ്യൻ ചക്രവർത്തി ഉൾപ്പെടെയുള്ള റോമൻ ചക്രവർത്തികളുടെ പ്രതീകമാണ്. മതവർദ്ധനം നടത്തുന്നവരുടെ പ്രതീകമായിട്ടാണ് വ്യാണിയെ ചരിത്രപരമായിട്ട് വ്യാഖ്യാനിക്കുക. ആത്മീയമായിട്ട് ഈ വ്യാണിയെ വ്യാഖ്യാനിക്കുന്നത് അമൂർത്തമായ തിന്മയുടെ മൂർത്തിമാഭാവമാണ്. മനസ്സിലായിക്കൊണ്ട് അമൂർത്തം എന്ന് വെച്ചാൽ എന്താ? രൂപമില്ലാത്തത്, ഭാവമില്ലാത്തത്. തിന്മയ്ക്ക് ഒരു ഭാവമുണ്ട്, വായുവിന് ഒരു രൂപം ഇല്ലല്ലോ. അപ്പൊ രൂപമില്ലാത്ത ഒന്നിനെ രൂപത്തിലേക്ക് ആവാഹിക്കുക. സത്യത്തിൽ അതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. രൂപമില്ലാത്ത ഒന്നിനെ രൂപത്തിലേക്ക് സങ്കല്പിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തില് വ്യാണി എന്ന് പറയുന്നത് തിന്മയുടെ, അമൂർത്തമായ തിന്മയുടെ മൂർത്തിമമായ ഭാവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളുടെ എല്ലാം പ്രതീകമാണ് ഈ വ്യാണി. അത് രോഗങ്ങളായിക്കോട്ടെ, പീഡകളായിക്കോട്ടെ, കഷ്ടപ്പാടുകളായിക്കോട്ടെ, പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, മറ്റുള്ളവരുടെ പിഴപ്പുകളായിക്കോട്ടെ, ആരോപണങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൻ്റെ എല്ലാം പ്രതീകമാണ്. ഒരു തമാശ എനിക്ക് തോന്നിയത് ഇതാണ്. ഈ വർഗീസിന്റെ കപ്പേളയ്ക്ക് ചുറ്റും ഒരുപാട് വ്യാണികളുണ്ട്. എന്തുകൊണ്ടോ ഒരു ചരിത്ര സംഭവമായിട്ട് കിടക്കുന്നത്. ഈ വർഗീസിന്റെ കപ്പേളയ്ക്ക് ചുറ്റും കുറച്ച് വ്യാണികളുണ്ട്. അത് ഉണ്ടാകും, കാരണം അത് നാശത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യാണി തിന്മയുടെ പ്രതീകമാണ്. ഈ വ്യാണിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ പിന്നെ കാണുന്നതായി ഒരു പെൺകുട്ടി. അവൾ എന്തിന്റെ പ്രതീകമാണ്? അവൾ തീർച്ചയായിട്ടും നിരാലംബരുടെ, രോഗികളുടെ, കഴിവില്ലാത്തവരുടെ ഒക്കെ പ്രതീകമാണ്. വ്യാണിക്ക് മുകളിലാണ് അവരുടെ സ്ഥാനം. വളരെ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. വ്യാണിക്ക് മുകളിലാണ് അവരുടെ സ്ഥാനം. ഇനി അതുക്കും മേലെ, പിള്ളേരെ പഠിക്കുമ്പോൾ അതുക്കും മേലെ എന്താണ് നമ്മളാണ് കുതിരയാണ്, അല്ലേ? കുതിര എന്തിന്റെ പ്രതീകമാണ്? കുതിര എന്തിന്റെ പ്രതീകമാണ്? കുതിര തിന്മകൾക്കെതിരെ പോരാടുന്നവരുടെ സഹായികളുടെ പ്രതീകമാണ്. എല്ലാ കുടുംബങ്ങളിലും, എല്ലാ സംഘടനകളിലും, എല്ലാ ഇടവുകളിലും, എല്ലാ സഭകളിലും കുതിരകളുണ്ട്. തിന്മകൾക്കെതിരെ പോരാടുന്നവരുടെ സഹായികളായിട്ടുള്ള കുതിരകൾ. ഈ തിന്മയ്ക്കെതിരെ പോരാടുന്നവരുടെ ശക്തി എന്ന് പറയുന്നത് ഈ കുതിരയാണ്. പലപ്പോഴും വ്യാണികൾ ആക്രമിക്കുന്നത് കുതിരകളെയാണ്. ശ്രദ്ധിച്ചു നോക്കി, കുതിര ചവിട്ടിയത് ആയില്ല, വ്യാണി. ഈ വ്യാണിയുടെ വായ കുതിരയോട് ചേർന്നായിരിക്കണം. ചരിത്രപരമായിട്ടും ഇടവകപരമായിട്ടും കുടുംബപരമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ ഇതിനെ നിങ്ങളുടേതായ ഭാഷയിൽ വ്യാഖ്യാനിച്ചെടുത്തോളൂ. ഞാനായിട്ട് വ്യാഖ്യാനിച്ച് വൃത്തികേടാകുന്നില്ല. ഈ കുതിരയ്ക്കും മേലെ ആരെയാണ് നമ്മൾ കാണുക? വിശുദ്ധ ഗീവർഗീസിനെയാണ്. ഗീവർഗീസിന്റെ പ്രതീകമല്ല, തീർച്ചയായിട്ടും തിന്മയ്ക്കെതിരെ പോരാടുന്നവന്റെ പ്രതീകമാണ്. തിന്മയ്ക്കെതിരെ പോരാടുന്ന ധീരന്റെ പ്രതീകമാണ്. ഞാൻ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ വ്യാണിയുടെ പക്ഷത്താണോ
ഈ പെൺകുട്ടിയുടെ പക്ഷത്താണോ കുതിരയുടെ പക്ഷത്താണോ ഗീവർഗീസിന്റെ പക്ഷത്താണോ? ഇത് ക്രമാനുഗതമായിട്ട് കയറി പോകണം. വ്യാഴിക്ക് മേലെ ഈ പെൺകുട്ടിയും പെൺകുട്ടിക്ക് മീതെ കുതിരയും കുതിരയ്ക്ക് മേലെ ഗീവർഗീസും. ഈ ഗീവർഗീസിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.